ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനൊന്നുമില്ലാത്ത സമയത്ത് നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഈ വെണ്ടയ്ക്ക കറി. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. നമ്മൾ ഇതിനകത്ത് തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, തേങ്ങാപ്പാലും ചേർക്കുന്നില്ല. ഇതൊന്നുമില്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് ചേരുവകളൊക്കെ ഞാനിവിടെ അരിഞ്ഞു വെക്കുന്നുണ്ട്. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 3-4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി അരിയേണ്ട ആവശ്യമില്ല, ഇതേപോലെ കുറച്ച് ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് വേണ്ടി വരും. പിന്നെ നമുക്ക് താളിക്കാനും കുറച്ച് വേണം. ഇനി നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. കുറച്ച് വിനാഗിരി ഒഴിച്ച വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി പോയതിന് ശേഷം ഇതേപോലെ ഒന്ന് നുറുക്കിയെടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ വഴുക്കലൊക്കെ നല്ലപോലെ ഒന്ന് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റുന്നത്. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല, അപ്പോൾ പിന്നെ ഇത് ഭയങ്കരമായിട്ട് വെന്തുടഞ്ഞു പോകും. പിന്നെ വെണ്ടയ്ക്ക അരിയുമ്പോഴും ഒരുപാട് ചെറുതാക്കി അരിയരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേണം അരിയാനായിട്ട്. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നല്ല ജീരകം എന്നൊക്കെ പറയുന്നതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച ചെറിയ ഉള്ളിയാണ്. 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. അത്രയും ചെറിയ ഉള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ വേണ്ടത് 3 പച്ചമുളക് നടു കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 തണ്ട് കറിവേപ്പില. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇത് വഴറ്റി കൊടുക്കുക. കുറച്ചധികം നേരം ഇത് ചെറിയ തീയിൽ വെച്ച് വഴറ്റണം. ഉള്ളിയുടെയൊക്കെ കളറ് മാറി വരും. ഇപ്പോഴാണ് ഇതിൻ്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിയുടെയൊക്കെ കളർ ഏതാണ്ട് ബ്രൗൺ കളറായി തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നായി കുറച്ച് വെച്ചിരിക്കണം. ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ചെറിയ തീയിൽ തന്നെ വെച്ച് വഴറ്റിയെടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറി വരണം. അത്രയും നേരം ഇത് വഴറ്റി കൊടുക്കാം. ഇതിനകത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് ചെറിയ ഉള്ളി ഞാൻ താളിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി നന്നാക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ 1 സവാള അരിഞ്ഞിട്ട് കൊടുത്താലും മതി. ചെറിയ ഉള്ളി ഇടുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയാണ്. 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയെല്ലാം നല്ലപോലെ വഴന്ന് വരണം. നല്ലപോലെ ഉടഞ്ഞു വരുന്നവരെ ഇത് വഴറ്റിയെടുക്കുക. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അവിടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കുതിർന്ന് വന്ന് കാണും. അത് നമ്മൾക്ക് പിഴിഞ്ഞ് ഇതേപോലെ റെഡിയാക്കി വെക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് പുളിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട. നമ്മളിത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. നമ്മൾക്കിനി കുറച്ചും കൂടെ വെള്ളം ഇതിനകത്ത് വേണ്ടി വരും. ആദ്യമേ തന്നെ പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ചൂടുവെള്ളം കൂടെ നമ്മൾ തയ്യാറാക്കി വെക്കണം. ചൂടുവെള്ളം വേണം നമ്മൾക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ ചൂടുവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളി ഒഴിച്ചു കഴിയുമ്പോൾ ഇത് നല്ലപോലെ കുറുകി വരാൻ തുടങ്ങും. അതുകൊണ്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പം ഇവിടെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇപ്പോൾ ഞാനിതിവിടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. എല്ലാം കൂടെ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതിനായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കുക. തീ കൂട്ടിയിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മീൻകറിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വെണ്ടയ്ക്ക കറിയും ഇഷ്ടപ്പെടും. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. നല്ല പോലെ ഇത് തിളച്ചിട്ട് വരണം. ഒരുപാട് സമയം എടുക്കത്തില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ കറിയെല്ലാം നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. കുറച്ച് കുറുകിയിട്ടുമുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം.
ഈ ഒരു കറി ഉണ്ടെങ്കിൽ രാവിലെ നമ്മൾക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ എടുക്കാനും നല്ല കറിയാണ്. ഉച്ചയ്ക്കും ചോറിൻ്റെ കൂടെ എടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉപ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവാണ്. 1/4 ടീസ്പൂൺ കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെണ്ടയ്ക്കയാണ് ഇട്ട് കൊടുക്കാൻ ബാക്കിയുള്ളത്. അത് നമുക്ക് ലാസ്റ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. വെണ്ടയ്ക്ക ഓൾറെഡി നമ്മൾ എണ്ണയിലൊക്കെ വഴറ്റിയെടുത്തതാണ്. അതുകൊണ്ട് ഇനി ഒരുപാട് വേവിൻ്റെ ആവശ്യമില്ല. വെണ്ടയ്ക്ക ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം പിന്നെ തിളപ്പിക്കരുത്. നമ്മുടെ കറിയിൽ ഉപ്പും പുളിയും എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് മാത്രം ഇത് തിളപ്പിച്ചാൽ മതി. ഒരുപാട് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. വെണ്ടയ്ക്കൊക്കെ വെന്താകെ ഉടഞ്ഞു പോകും. അപ്പം കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് കുറച്ച് നേരം മാത്രം ഇത് തിളപ്പിക്കുക. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഓർഗാനിക് ശർക്കരയുടെ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ പൊടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ ശർക്കര ഉരുക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഇതാ കറിയൊക്കെ പാകത്തിന് തിളച്ച് വെണ്ടയ്ക്കയും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കയുടെ കളറെല്ലാം മാറിപ്പോവും. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചിടാനായിട്ടാണ് ഉള്ളത്. അതിനായിട്ട് ഇതേപോലത്തെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 2 ഉണക്കമുളക്, 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ വഴറ്റിയെടുക്കുക. ഞാനിവിടെ താളിക്കാൻ എടുത്തിട്ടുള്ള ചട്ടി ഇരുമ്പിൻ്റെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചൂടാവും. ഞാനിവിടെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് താളിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇതിവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കറിയൊന്ന് അടച്ചു വെക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഏത് കറിയായാലും താളിച്ചത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ അടച്ചു വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. വെണ്ടയ്ക്കയുടെ കളറൊന്നും ഒരുപാട് മാറിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഈ സമയത്തൊക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത്. മീൻകറി കൂട്ടിയാലേ ചോറുണ്ണാൻ പറ്റുള്ളൂ എന്നുള്ളവർക്കൊക്കെ ഈ കറി ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇത് അതിവിടെ കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കറി തയ്യാറായി കഴിഞ്ഞു. തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന നെക്സ്റ്റ് വീഡിയോ ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നത്. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്